ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവനും പീക്കോക്ക്, ഫീമെയിൽ പീക്കോക്കാണ് കേട്ടോ എല്ലാം. ഞാനാണെങ്കിൽ ഇതാ ബീച്ചിൽ എത്തിയ ഉടനെ തന്നെ പട്ടം പറത്താനാണ് നോക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് നമ്മളുടെ തനി സ്വഭാവങ്ങളെല്ലാം പുറത്തെടുക്കുന്നത്. അതുവരെ ഉണ്ടാക്കിയെടുത്ത മെച്യൂരിറ്റി എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പട്ടം പറക്കുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ പട്ടം പറത്തുന്നതിൻ്റെ ഇടയ്ക്ക് പുറകിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ബോട്ടിൻ്റെ പുറകിലായിട്ട് നിറച്ച് കിളികൾ, ബോട്ടിൽ നിറച്ച് മീനുണ്ടായിട്ടായിരിക്കണം ബോട്ടിനെ അങ്ങനെ പിന്തുടർന്ന് കുറേ കിളികൾ പോകുന്നത്. പക്ഷെ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. മേറലാണെങ്കിൽ ഇത് ഞണ്ടിന്റെ കുഴിയാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അതിൽ മണ്ണിട്ടും കൈയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ഞണ്ടിനെ പിടിക്കാനായിട്ട്. പേടിയെന്ന് പറഞ്ഞാൽ അശേഷം ഇല്ലാത്ത കൂട്ടത്തിലാണ് ഇവര്. പൊതുവെ അങ്ങനെയാണല്ലോ, ഇളയാളുകൾ കുറച്ച് ധൈര്യശാലികളും മൂത്ത ആളുകൾക്ക് കുറച്ച് പേടി കൂടുതലുമായിരിക്കുമല്ലോ. ഞാനിപ്പോഴും പട്ടത്തിന്റെ പുറകെ തന്നെയാണ് കേട്ടോ. തലയും കുത്തി കിടക്കുന്നതല്ലാതെ അത് ഇത്തിരി നേരം പോലും ഒന്ന് പൊങ്ങി നിന്നിട്ടില്ല. രണ്ടാളും മണ്ണിൽ കളിക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. മേറലിനാണ് വെള്ളത്തിൽ ഇറങ്ങാൻ കൂടുതൽ ഇൻട്രസ്റ്റ്. മിൻഹക്ക് മണ്ണിൽ തന്നെ ഇരുന്ന് കളിക്കാനാണ് ഇഷ്ടം. ഇത്തവണ ബീച്ചിലെത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി ഉണ്ട് കേട്ടോ. അവരുള്ളതുകൊണ്ടാണ് ഞാൻ പട്ടം വാങ്ങാന്നൊക്കെ തീരുമാനിച്ചത്. കാരണം പട്ടം പറത്ത് വരുമ്പോൾ രണ്ടാളെ നോക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റും. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നൊക്കെ ഉണ്ട്. പട്ടം ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ കുറേ നേരം കഴിയുമ്പോൾ തലയും കുത്തി താഴെ വീഴുകയും ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് പോകുന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയാണ് പട്ടം. ബീച്ചിൻ്റെ സൈഡിൽ എത്തുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ പട്ടം പറത്താൻ പറ്റും. ഭയങ്കര കാറ്റല്ലേ, ഏത് കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പറത്താന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞതിൻ്റെ ചപ്പും ചവറും പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി നടക്കുകയാണ് കേട്ടോ മേറിൽ. ക്ലീനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ആയി വരുന്നതേ ഉള്ളൂ. വെള്ളത്തിൽ ഇറങ്ങേണ്ട, കരയിലിരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ പ്രതിഷേധമായിട്ടാണ് കേട്ടോ അവളുടെ ഈ നടത്തം. മിൻഹതെ ആരും പറയാതെ തന്നെ മണ്ണിലിരുന്ന് കളിക്കുന്നുണ്ട്. മണ്ണിൽ കളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവൾ ഇവിടെ വരുന്നത് തന്നെ മണ്ണിൽ കളിക്കാനായിട്ടാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരോ ബോട്ടുകളായിട്ട് കടലിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കാൻ പോകാനുള്ള സമയമായിട്ടോ. അതിനാണ് എല്ലാവരും വഞ്ചി ഉന്തി വെള്ളത്തിലോട്ടാക്കുന്നത്. ബീച്ചിലെല്ലാം വരുമ്പോൾ ഇതിങ്ങനെ കരയിൽ കിടക്കുന്നതല്ലാതെ ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഇത്ര അടുത്ത് നിന്നൊന്നും കണ്ടിട്ടില്ല. നമ്മൾ വീഡിയോസിലുള്ള ഷിപ്പ് ഇതേപോലെ തന്നെ കയറ്റുന്നത് ഇറക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. കരിക്കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി ഉന്താണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഒരു ചേട്ടൻ അതേപോലെ ചെയ്യുമ്പോഴേക്കും ആ ചേട്ടൻ്റെ തല പോവുകയാണ്. ബാക്കിൽ നിൽക്കുന്നവർക്ക് അത് കാണാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് അവർ എന്തൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. കാരണം ഇതിലും വലിയ പ്രതിസന്ധികളെ അവഗണിച്ചിട്ടാണ് അവർ കടലിലേക്ക് പോകുന്നത്. അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഓരോ റിസ്കുകളും വളരെ വലുതാണ് കേട്ടോ. എത്ര വലിയ കാറ്റ് വന്നാലും മഴ വന്നാലും മഞ്ഞ് വന്നാലും വെയിൽ വന്നാലും രാത്രിയെന്നില്ല പകലെന്നില്ല, അവർ കടപ്പുറത്തേക്ക് പോകാൻ എപ്പോഴും തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് കൂടി വേണ്ടിയിട്ടാണ് അവർ കടലിൽ പോകുന്നത്. കാരണം അവർ കടലിൽ പോകുന്നത് കൊണ്ട് നമുക്ക് നല്ല രുചിയായിട്ട് മീൻകറിയൊക്കെ കൂടി കഴിക്കാനും പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ വലിയ തിരമാലയും വന്നു. അവർ ചാടി ബോട്ടിൽ കയറി. ഇനി യമഹ ഓണാക്കി കഴിഞ്ഞാൽ നോക്കി നിൽക്കുമ്പോൾ അവർ ആ അറ്റത്തെത്തുന്നത് കാണാം. ഓരോരോ ബോട്ടുകളായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഒത്തൊരുമിച്ച് അങ്ങനെ അവർ ആ ബോട്ടിലേക്ക് കയറി പോകുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. ഇനി അവർക്ക് വഞ്ചി നിറച്ച് മീനൊക്കെ കിട്ടി വേഗം സുരക്ഷിതമായിട്ട് തിരികെ വരട്ടെ. നമ്മൾ ആദ്യം കണ്ട ബോട്ടാണ് കേട്ടോ. പറഞ്ഞതുപോലെ കടലിൻ്റെ ആ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരാൾ വെള്ളത്തിൽ തന്നെ ഇറങ്ങി കളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കൈകാലം നനച്ചോന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിപ്പായി. അപ്പോൾ അവിടെ മീൻപിലായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കുറേ നേരമായി നോക്കുന്നത് ഈ ചേട്ടൻ എന്തേ കാണിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം അവർ ആദ്യമായിട്ടാണ് ഈ മീൻവലയും ഈ മീൻ പിടിക്കുന്ന രീതികളൊക്കെ ഒന്ന് കാണുന്നത്. രണ്ടാളും അതിശയത്തോടെ ഇടയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ബോറടിക്കുന്നുണ്ട്. കാരണം കുറേ നേരമായിട്ട് ഈ ചേട്ടൻ ഇതേപോലെ തന്നെ കാണിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇടക്ക് വല വീശൊന്നും കക്കത്തോടുള്ള അങ്ങനെ കൊണ്ടുവന്നിടുന്നു, അല്ലാതെ വേറൊന്നും കാണുന്നില്ല. അപ്പം മീൻ കിട്ടിയത് കണ്ടിട്ട് ഓടി ചെന്നേക്കാണ് കേട്ടോ മിൻഹ. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് മീൻ പിടിക്കായിരുന്നു ഇത്ര നേരം. അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട് അവിടെയുണ്ട് മീൻ ഇവിടെയുണ്ട് മീൻ എന്നൊക്കെ. സ്വയം മനസ്സിലാക്കി എടുക്കാനായിട്ട് നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. അവൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കാറ്. അപ്പം മീൻ കണ്ടതിൻ്റെ ഇൻട്രസ്റ്റിലാണ് മിൻഹ ഇപ്പോഴും. മേറിൽ ഓടി വന്നിട്ടുണ്ട്. മീൻ കിട്ടിയെന്ന് കേട്ടപ്പോഴേക്കും ഓടി വന്നതാണ് കേട്ടോ. അങ്ങനെ ആ ചേട്ടന് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഒന്ന് രണ്ട് മീനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലവിരിച്ച് ആ ചേട്ടൻ അറ്റത്തേക്ക് പോയി. മിൻഹിയാണെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചു, അമ്മ എന്നെ ഒന്ന് മേർമെയ്ഡാക്കി തരുമെന്ന്. ഇടയ്ക്ക് എയറോപ്ലെയിനെ കണ്ടിട്ടാണ് ആ ടാറ്റ കൊടുക്കുന്നത് കേട്ടോ. എയറോപ്ലെയിൻ എപ്പോൾ പോയാലും എവിടെ കൂടി പോയാലും സൗണ്ട് കേട്ടാൽ നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. കണ്ടുപിടിക്കൽ മാത്രമല്ല ടാറ്റ കൊടുത്ത് പറഞ്ഞ് അയക്കാറുമുണ്ട്. നമ്മളും ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ മിൻഹനെ മേർമെയ്ഡാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചില ജീവികൾ കുഴിക്കുന്നത് പോലെ അവിടെ ഇരുന്ന് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം
ഇപ്പം ഞാൻ ദേ അവളെ കുഴിയിലേക്ക് ഇറക്കി എത്തിയിട്ട് കാല് മുഴുവനും മൂടാനായിട്ട് പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് ഒരാൾ സ്വന്തമായി കാല് മുഴുകിയിട്ട് എന്നോട് ചോദിക്കുക എൻ്റെ കാലെന്ത് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് മോൻ്റെ കാലെന്ത് ചെയ്യുന്നു. മിനിഹേനെ നമ്മളിപ്പോൾ പകുതി ഭാഗം മൂടിയിട്ടുണ്ട്. കാലിൻ്റെ ഭാഗം വാല് പോലെ ഉണ്ടാക്കാനായിട്ടൊക്കെയാണ് എൻ്റെ പ്ലാന്. ചേച്ചിനെ മേർമെയ്ഡാക്കാനായിട്ട് അനിയത്തിയും കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ തലയുടെ മുകളിൽ കൂടി വീണ്ടും എയർപ്ലെയിൻ പോകുന്നത്. 2 വരയിട്ട് പോകുന്നതെല്ലാം റോക്കറ്റ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ജെറ്റ് എന്നായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളത് റോക്കറ്റ് അല്ല ജെറ്റ് എഞ്ചിനുള്ള എയർപ്ലെയിൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ജെറ്റ് എന്ന് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഏകദേശം മെർമെയ്ഡിൻ്റെ വാലിൻ്റെ ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. പട്ടം പറത്തിയോ നാണം കിട്ടി, ഇതെങ്കിലും ശരിയായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരാളും കൂടി ഉണ്ട്. ചെറിയൊരു ഷേപ്പ് വന്നപ്പോൾ തന്നെ അവൾ മെർമെയ്ഡ് വന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തലയുടെ മുകളിൽ എത്തിയപ്പോഴൊക്കെ ഒരൊന്നും കൂടി നോക്കുകയാണ് എയർപ്ലെയിനെ. ഏകദേശം എന്താ വാല് പോലെ ആയിട്ടുണ്ട്. മിൻഹക്ക് പിന്നെ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേറലിന് വെള്ളത്തിൽ കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ മിൻഹക്ക് മണ്ണിൽ കളിക്കാനാണ് ഇഷ്ടം. ഞാൻ കഷ്ടപ്പെട്ട് വാലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും അവൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലെങ്ങാനും കയറിയിരുന്നാൽ ഇതെല്ലാം നശിഞ്ഞു പോകും. അവൾ കിട്ടിയ സമയത്തിന് ഇതേ വെള്ളത്തിൽ പോയിരുന്ന് കളിക്കുകയാണ്. കരക്കടിഞ്ഞ മത്സ്യകന്യയെ പോലെ ഇതേ നമ്മുടെ മത്സ്യകന്യ റെഡി ആയിരിക്കുകയാണ്. സൈഡിലായിട്ട് ഒരു ടർട്ടിലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മെർമെയ്ഡിന് ഒരു കൂട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ അവൾക്ക് മെർമെയ്ഡ് ആയത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവൾ തയ്യാറാവുന്നില്ല കേട്ടോ. മതിമോനെ വേദന എടുക്കും, ഇറങ്ങിന് കുറേ നാളായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഫോട്ടോ എടുക്കച്ചാൽ ഞാനൊന്ന് ചിരിക്കട്ടെ, ഞാനൊന്ന് പോസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവൾ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് യാതൊരു പ്ലാനും ഇല്ല. ഒരാൾ പതുക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ നശിപ്പിക്കാന്നുള്ള റിസർച്ച് നടത്തുന്ന ആളാണ്. നോക്കി നിൽക്കുന്നത് കണ്ടാൽ ജീവനോട് ടർട്ടിനെ കളിപ്പിക്കണ പോലെയാണ് തോന്നുന്നതെങ്കിൽ ഇത് നിൽക്കുന്ന നിൽപ്പിൽ അതിനെ ചവിട്ടി അരച്ച് പിന്നെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഫീലാവുകയും ചെയ്യും കേട്ടോ. അവൾ പറഞ്ഞിട്ടാണ് ഞാനൊരു ടർട്ടിലിനെ ഉണ്ടാക്കി കൊടുത്തതെങ്കിലും നിൽക്കുന്ന നിൽപ്പിനാണ് മേറിൽ അതിനെ ചവിട്ടി അരച്ച് കളഞ്ഞത്. അതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ. കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മേർമെയ്ഡിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി കരഞ്ഞിട്ട് കണ്ണിന്ന് മുത്തൊന്നും പൊഴിയണ്ടെന്ന് ഓർത്ത് കരച്ചിലൊക്കെ നിർത്തിച്ച്. മേറിലാണെങ്കിൽ കഴുകന്മാരെ പോലെ ചുറ്റിൽ നടക്കണം കേട്ടോ. എങ്ങനെ നശിപ്പിക്കുക, ഏത് രീതിയിൽ നശിപ്പിക്കാമെന്ന് നോക്കി വന്നതേ മാന്തി അത് പൊളിച്ച് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധം സമാധാനിച്ച മേർമെയ്ഡ് ഇതേ വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോയി വലിച്ചു പൊക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മേറലിന് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അടുത്ത ഒഴുത്തിന് വേണ്ടിയിട്ട് എന്നെ നോക്കുകയാണ്. എന്നെ അതിൽ എഴുതി തരുമെന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ ചുറ്റിപ്പറ്റി. അപ്പം ഞാനത് അടച്ച് വെക്കാം മൂടി വെക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും അതിനുള്ളിൽ ഒരാൾ കയറി നിൽക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മെർമെയ്ഡ് അങ്ങോട്ട് ആക്കി കൊടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞു മോനെന്ന് അതിലേക്ക് ഇറങ്ങി നിന്നിട്ട് കാലൊക്കെ നീട്ടി വെക്കുക, അമ്മ മെർമെയ്ഡ് ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് മൂടിപ്പോയെന്ന് പറഞ്ഞാൽ അവളുടെ കാല് വലിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ മണ്ണ് വീണത് മൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവളെ മെർമെയ്ഡ് ആക്കിയപ്പോഴേക്കും വാളക്ക് പരിണാമം സംഭവിച്ച പോലത്തെ മെർമെയ്ഡായിപ്പോയി. സൂക്ഷിച്ച് നോക്കിയപ്പോഴേക്കും മെർമെയ്ഡിനെ പോലെയല്ല, അലാവുദ്ദീനും ജീമ്പൂമ്പയൊക്കെ വിളക്കിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീണ്ടും ഒരാൾ ടർട്ടിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്. നശിപ്പിച്ച് കളയുന്ന ടർട്ടിലിന് പകരം അവൾ ഉണ്ടാക്കി എടുക്കുകയാണ്. ചെറിയ രീതിയിലൊക്കെ ടർട്ടിലായിക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലില്ലാത്തതായതുകൊണ്ട് മിനിഹയുടെ അത്ര നേരം അവളെ കൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൾ ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ കൂടുതലും മിനിഹ ഉണ്ടാക്കി ടർട്ടിലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളവിടെ നിന്ന് ചാടി ഇറങ്ങിയത്. അവൾ നശിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ നശിപ്പിക്കാന്നുള്ള രീതിയിൽ അവളവിടെ ചവിട്ടി പൊടിച്ചിട്ടുണ്ട് പകരത്തിന് പകരം. അപ്പം ഞാൻ കടലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഈ ജീവനുള്ള ശംഖാണ് കേട്ടോ. അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നത്. മിനിഹക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടി കൈ ഞാൻ നീട്ടി വെച്ചുകൊടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ അവൾ കൈ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ഇതൊന്നും ഏൽക്കാത്തത് കാരണം അതിനെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു മോനെ അതിനെ കടലിൽ കൊണ്ടേ കളയാം, വെള്ളത്തിൽ കൊണ്ട് കളയാം എന്ന് പറഞ്ഞു കൊണ്ടേ കളയാണ് കേട്ടോ. അവൾക്ക് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് കേട്ടോ അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടേ കളയുന്നത്. രണ്ടാമത് അടുപ്പിച്ചാണ് കേട്ടോ. രണ്ടാൾക്കും പിന്നെ ഒരാൾ ചെയ്താൽ മറ്റേ ആൾക്കും ചെയ്യണമെന്നാണ്. ഇളയാൾക്കാണ് കൂടുതൽ. മുതിർന്നവർ ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതാ കൈയൊക്കെ കഴിക്കുന്നൊക്കെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൈ കഴുകാൻ വേണ്ടി പോയപ്പോഴേക്കും ഉണ്ട് എനിക്ക് ആ കല്ലുമ്മക്കായുടെ തോട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ ഇത് കല്ലുമ്മക്കായാണ് കേട്ടോ, കക്ക പോലത്തെ ഒരു ജീവിയാണ്. അപ്പോൾ ചേട്ടൻ എന്നോട് തർക്കി നിൽക്കുന്നുണ്ട് അത് കക്കയാണ് കല്ലുമ്മക്കായ എന്നല്ലാന്ന് കേട്ടോ. കക്കയാണോ കല്ലുമ്മക്കായാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പോകാൻ നേരമായി. ഞാൻ പട്ടം ചുറ്റുമടക്കി കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വരുമ്പോഴെങ്കിലും പകർത്താമെന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ സൂര്യൻ അസ്തമിച്ച് നേരെ ഇരുട്ടി. നമ്മൾ ചുറ്റിനും നോക്കിയപ്പോഴേക്കുമാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ സാധനങ്ങളൊന്നും ഇതുവരെ കൊണ്ടുപോയി തീർന്നിട്ടില്ല കേട്ടോ. പകുതി പാർട്ടുകളായിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇല്ല. ആ രീതിക്കാണ് ഇവിടെ കാണാനാവുന്നത്. ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞെങ്കിലും ആളുകളൊക്കെ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. കടകളൊക്കെ കുറച്ച് ഇവിടെ ഉള്ള കടകൾ തന്നെയാണ്. കുറച്ച് കടകൾ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഈ കടകളൊക്കെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. പിന്നെ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ചെറിയ കടകളുണ്ട് കേട്ടോ. ബീച്ച് ഫെസ്റ്റിവലിന് അന്ന് ആളുകൾ ഒഴുകിയിരുന്ന സ്ഥലമാണെങ്കിലും ഇപ്പോൾ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ തന്നെയുണ്ട് കാണാനായിട്ട്. 31-ാം തീയതി ഭയങ്കര തിരക്കായിരുന്നു. കാരണം നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോലും ബ്ലോക്കുകളും തിരക്കുകളും ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ആശ്വസിച്ചു വരാനത് നന്നായി, അല്ലാതെ പനിയായിട്ടല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതേ കുട്ടികളുടെ കണ്ണിൽ ഈ സാധനം പെടുന്നത്. ഇവരുടെ കണ്ണിൽ ഇതുപോലുള്ള സാധനങ്ങൾ പെടുന്നത്
പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായി അവർ പറയുന്നതെങ്കിലും നമ്മളങ്ങനെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരെണ്ണമാണ് വാങ്ങുന്നത്. ഇവർ കഴിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടമായി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചൂടുകൂടെ കഴിച്ചുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ചേച്ചി ഇതാ പൊട്ടറ്റോ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ പൊട്ടറ്റോ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. ചേച്ചിയുടെ കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ചേച്ചിയുടെ ചെയ്യുന്ന സമയത്ത് കുട്ടിയതാ നെല്ലിക്കയുടെ പാത്രങ്ങളൊക്കെ തട്ടി മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ചൂട് കാരണം ആൾ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ നമുക്ക് ചൂടൊന്നും യാതൊരു പ്രശ്നമൊന്നും അല്ലാതെ വന്ന് കടിച്ച് പറിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾക്ക് ധൈര്യം കിട്ടുന്നത്. അപ്പോൾ അവള് കടിച്ചതിൻ്റെ പേരിൽ മിൻഹ കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കാറിൽ പോകാം, കാറിൽ പോയാൽ നമുക്ക് സമാധാനത്തോടെ കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു കടി കഴിച്ചോ, നമുക്ക് പകുതി കഴിച്ചിട്ട് കാറിനകത്തേക്ക് കയറാൻ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത്രോളൂ, നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.